വെൽക്കം ടു റേഡിയോ ബാങ്കോ ടോക്ക് ടൈം. സോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വാഴ ടീം അങ്ങനെയാണല്ലോ ഇപ്പോൾ നിങ്ങൾ അറിയപ്പെടുന്നത്. നിങ്ങളിവിടെ വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമുക്കിവിടെ ഒരുപാട് ആർജീസ് ഉണ്ട്. ഞാനും എൻ്റെ പേര് ഇന്ദ്രൻ, മോബിൻ, നമ്മൾ രണ്ടുപേരും ഇവിടുത്തെ ആർജീസാണ്. വേറെ ആരും വേണ്ട, നിങ്ങൾ തന്നെ മതി ഇവർ ഇന്റർവ്യൂ ചെയ്യാൻ. ഇപ്പൊ പറഞ്ഞതിന്റെ ഉദ്ദേശം മനസ്സിലായില്ല, കാര്യം മനസ്സിലായില്ല. സോ വെൽക്കം. അപ്പം ഈ വാര ഒരു ഭീകര സക്സസ്സിലാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഓഡിയൻസ് റിസപ്ഷൻ മാത്രമല്ല, ഇപ്പോൾ ക്രിട്ടിക്കൽ റിസപ്ഷൻ ആയാൽ പോലും ഒരുപാട് ഇപ്പം നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ് എല്ലായിടത്തും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ ഓണം സീസണിലോട്ടും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഹാപ്പിനെസ്സിൽ ഇങ്ങനെ നിൽക്കുമ്പം എനിക്കറിയാം എല്ലാവരും കണ്ട ഒരു ക്ഷീണമുണ്ട്, എന്നാലും ആ ഒരു സക്സസിന്റെ ക്ഷീണമല്ലേ അത്. അപ്പം അത് എന്താണ് തോന്നുന്നത്? സക്സസിന്റെ ക്ഷീണമല്ല, ഉറങ്ങാത്തതിന്റെ ക്ഷീണമാണ്. എന്നാലും എങ്ങനെയാണ് ആ ഹാപ്പിനെസ് എങ്ങനെയാണ് ഒന്ന് കൺവേ ചെയ്യുന്നത്? അല്ലെങ്കിൽ ആൾക്കാർ വേറെ രീതിയിൽ പ്രൊമോഷൻസിന് പോണ കാരണം ഉറങ്ങിയില്ല, അതാണ് ക്ഷീണം. ഇപ്പൊ കറക്റ്റ്. അപ്പൊ എങ്ങനെയാണ് ഈ ഹാപ്പിനെസ് എങ്ങനെയാണ് ഇപ്പം ഒന്ന് ആലോചിക്കുമ്പോൾ? വാഴ നിങ്ങൾ നായകന്മാരായിട്ട് അഭിനയിച്ച, നായകനും നായികയുമായിട്ട് അഭിനയിച്ച ഒരു പടമാണ്. അപ്പൊ ആ ഒരു ഹാപ്പിനെസ്സിനെ എങ്ങനെയാണ് ഒന്ന് കാണുന്നത്? ജോമോൻ എപ്പോഴും അവസാനം എങ്ങനെ നോക്കി കാണുന്നു? സന്തോഷമുണ്ട് ബ്രോ. നമ്മൾ ദുബായിലൊക്കെ പോയിട്ട് വരുന്നവരോ, അവിടെ എല്ലാ തിയേറ്ററും ഹൗസ്ഫുള്ളാണ്. അപ്പം തിയേറ്റർ വിസിറ്റ് ഉണ്ടായിരുന്നു, പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഹാപ്പിയാണ് അതൊക്കെ കാണുമ്പോൾ. ബുർജ് ഖലീഫയുടെ മുമ്പിൽ ഫോട്ടോ എടുത്ത് ബോയ്സ് ഇൻ ദുബായ് എന്നൊക്കെ പറഞ്ഞ് ഇട്ടായിരുന്നു. വിപിൻ ചേട്ടന്റെ പ്ലാൻ ആയിരുന്നു. അതിനകത്ത് വേറെ കഥയുണ്ട്. വാഴയും കൊണ്ട് ചെന്നപ്പോഴത്തേക്കിനും സെക്യൂരിറ്റി തടഞ്ഞു. എന്ത് പരിപാടി ഇത്? അല്ല, ഞങ്ങളുടെ പ്രൊമോഷൻ പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. കാരണം അവിടെ ഇത്ര പൈസ കെട്ടി വെച്ചിട്ടൊക്കെയാണല്ലോ. നമുക്ക് പതിപ്പിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെളിയിൽ നിന്നിട്ടുള്ള സെക്യൂരിറ്റി നോക്കിയപ്പോൾ എന്തോ ഒരു സാധനമായിട്ട് കുറെ അമ്മമാർ കയറി വന്ന് ബഹളം വെക്കുന്നു. അവസാനം അവിടെ ഉള്ളവർ തന്നെ അത് സംസാരിച്ച് റെഡിയാക്കി ഒറ്റ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു. ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തെടുത്തതാണ് ഫോട്ടോ. എത്ര കോടികൾ കൊടുക്കണം അവിടെ. ആ പൈസ ഇല്ലാത്ത ആ സമയത്താണ് കുറച്ച് പിള്ളേർ വന്നിട്ട് കൂളായിട്ട് ഫോട്ടോ എടുത്തു പോകണം. നോ പ്രൊമോഷൻ. ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനെ കോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ഈ വാഴ. ശരിക്കും വാഴ എന്ന് പറഞ്ഞാൽ ഫ്രം ടോപ്പ് ടു ബോട്ടം അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടും അല്ലാത്ത കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. എപ്പോഴെങ്കിലും നിങ്ങളുടെയൊക്കെ ഡിസ്കഷൻ്റെ ഇടയിൽ ഈ ഒരു ഐറ്റം വന്നിട്ടുണ്ട്, അതെന്താണ് നമ്മൾ ഈ വാഴ എന്നുള്ളൊരു ഐറ്റം ഇത്രയും യൂസ്ലെസ് ആയിട്ടുള്ള കാര്യത്തോട് കോട്ട് ചെയ്യുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, വാഴ ടോപ്പ് ടു ബോട്ടം യൂസ്ഫുൾ ആണ്. ഇതിൽ ഇന്റർവ്യൂവിൽ ആരോ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആദ്യം അറിയില്ലായിരുന്നു. പ്ലസ് ടു തോറ്റാണ്. സ്വന്തം ചേട്ടൻ തന്നെ ഇങ്ങനെ പറയുന്നത്, അതുകൊണ്ട് എനിക്കറിയില്ല. അത് ഞാൻ ഓഫ് ദ സ്ക്രീൻ തീർത്തോളാം. ശരി. സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, തെങ്ങ് പോലെ അടിമുടി ഗുണപ്രദമായിട്ടുള്ള. അതെ, അപ്പം അറിയില്ലായിരുന്നു. ആരും പറഞ്ഞപ്പോൾ മനസ്സിലായിരുന്നു. പടത്തിന് വരുന്നതിന് മുമ്പ് അറിയത്തില്ലായിരുന്നു. പടത്തിൽ വന്നപ്പോഴാണ് അത് മനസ്സിലായത്. ഇതാണ് ഇതിന്റെ കാര്യം. 9 മാസമാണ് രണ്ടിന്റെയും ടൈം പീരീഡ്. അതെ, അതാണ് അത്. ഇതിനകത്ത് വന്നപ്പോഴാണ്, ആ സ്ക്രിപ്റ്റിനകത്ത് വന്നപ്പോഴാണ് അത് മനസ്സിലായത്. അതിന് മുമ്പ് വരെ നമ്മളും നോർമലി പറയുന്ന പോലെ തന്നെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. എങ്ങനെ ഷൂട്ടിന്റെ ഇടയിലൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇല്ല, സ്ക്രിപ്റ്റ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതാണ് ഇതിന്റെ ഒരു പരിപാടി. 2-9 മാസം. 9 മാസം കഴിയുമ്പോൾ കൊല ഉണ്ടാകുന്നു, 9 മാസം കഴിയുമ്പോൾ ഒരു കുട്ടി ഉണ്ടാകുന്നു. സോ അതാണ്. അത് ഈ അടുത്ത ആരിസ് പറഞ്ഞപ്പോഴാണ് അറിയണം. ആണോ? അത് ഞാൻ പടം കാണുമ്പോഴല്ല അറിയണം. ഞാനവിടെ ഇല്ലല്ലോ. അവൻ മറ്റേ ഔട്ട് ഓഫ് സിലബസിൽ അവൻ പാടും. സിലബസിലുള്ളത് മാത്രമേ അറിയത്തുള്ളൂ. ഔട്ട് ഓഫ് സിലബസ് വന്നാൽ പാളി അവന്റെ സീൻ മാത്രമേ കാണുള്ളൂ, ബാക്കി ഇപ്പം വാഴ ഇപ്പം നേരത്തെ ചോദിച്ചതുപോലെ ഒരു നെഗറ്റീവ് മീനിങ് ഉണ്ടായിരുന്ന ഒരു വേർഡാണ്. പക്ഷെ ഈ സിനിമയിലൂടെ അതിനൊരു പുതിയ മീനിങ് കൊടുത്തു എന്ന് ഞാൻ പറയും. കാരണം ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഐഡന്റിറ്റി ആയി മാറിയിട്ടുണ്ട്. ഇപ്പോൾ വാഴ എന്ന് കേൾക്കുമ്പം എന്തായിരിക്കും ആ ഒരു ഡെഫിനിഷൻ? എല്ലാവരുടെ മനസ്സിലെ വാഴ എന്ന് ഇപ്പൊ ആദ്യം കേൾക്കുമ്പോൾ എങ്ങനെയാണ് സിനിമ ഓർമ്മ വരുന്നത്? പിന്നെ ഈ പറയുന്ന പോലെ തന്നെ കുറെയുള്ള ചീത്തപ്പേര് ഇനി വാഴയ്ക്കുള്ളത് മാറിക്കാണെന്ന് ഇപ്പൊ വിശ്വസിക്കുന്നു ഈ സിനിമ. പിള്ളേര് ഈ പാട്ടൊക്കെ വെച്ച് റീലിടുമ്പോ വാഴകൾ എന്നൊക്കെ സ്വയം പണ്ട് അവരിടൂലല്ലോ. പണ്ട് സ്വയം വാഴ എന്ന് വിളിക്കുമ്പോ ഒരു മടുപ്പല്ലേ? ഇപ്പൊ അങ്ങനെ ഇല്ലാത്ത കണ്ടിട്ടുണ്ട്. എന്തായാലും പറമ്പിലൊക്കെ ഇനി വാഴകളൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ ഓർമ്മ വരുമായിരിക്കും അല്ലേ? ഇതിപ്പോ ഞാൻ ഇപ്പൊ വാഴ 2 വരുന്നു. ഇതിപ്പോ ഒരു
പ്രൗഡ് മൊമെന്റ് ആവും ഈ വാഴ എന്നുള്ള ഒരു ട്രെൻഡിങ്ങിലേക്ക് എത്തിക്കൊണ്ടായിരിക്കും. ഞങ്ങൾ വാഴ ഓക്കെ ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്തേക്കാം. നോ പ്രോബ്ലം. വാഴ 2 വരും, വാഴ 3 ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരു അതിലൊക്കെ നിങ്ങളും കാണത്തില്ലേ? ഫസ്റ്റ് OG വാഴ കാണത്തില്ലേ? അല്ല അതൊക്കെ പിന്നീടത്തെ കാര്യം. ഇതിപ്പം കാണുന്നൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടെന്ന് കാണുന്നൊക്കെ കളയുകയും ചെയ്യും. പിന്നെ കാണുന്നില്ല. എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിയൽ ഫാദർ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ആ ക്യാരക്ടേഴ്സിന്റെ കൂടെ മിങ്കിൾ ചെയ്ത് ഇത്ര കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ടൊക്കെ ആക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്തായിരുന്നു നിങ്ങളുടെ ആ ഒരു ചേഞ്ച്? അതിന്റെ ഉത്തരം പറഞ്ഞിട്ട് വേറെ ചോദ്യമുണ്ട്. ഹൗ ഡു യു ഫീൽ ആ ഒരു സമയമൊക്കെ? ജോമോൻ പറ. ജോമോൻ നമ്മുടെ സ്ക്രീനിൽ കാണുമ്പോൾ ജോമോൻ ഭയങ്കര ആക്റ്റീവ് ആണ്, ഇവിടെ ഭയങ്കര സൈലന്റ്. കാരണം ജോമോന്റെ ഫാദർ ആണ് അതിൽ ഏറ്റവും ഒരു ഫ്രീ ആയിട്ട് ഇടപെടാൻ പറ്റുന്ന മൂസയുടെ ഫാദർ, നോബിയുടെ ക്യാരക്ടർ. എന്റെ ലൈഫിൽ എന്റെ അച്ഛനും ഏകദേശം അതുപോലെ ഫ്രീ ആയിട്ട് എനിക്ക് എന്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എഞ്ചിനീയറിംഗ് ആർക്ക് 2 ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടോ? 2 ഓപ്ഷൻ തിരക്ക് ഇല്ല. ഇഷ്ടപ്പെട്ട മേഖലയിൽ തന്നെ പോകുന്നോണ്ടാണ്. ജോമൻ അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെയൊന്നും ഉത്തരം പറയില്ല, മനസ്സിലാവാനിട്ടൊന്നുമല്ല. ഇന്റലക്ച്വൽ ആലോചിച്ചിട്ട് ഉത്തരം പറയുന്നത്. സാബുയുടെ ജഗദീഷ് ചേട്ടനാണ് ഫാദർ. അപ്പം എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറിന്റെ എക്സ്പീരിയൻസ്? എസ്പെഷ്യലി ആ ലാസ്റ്റ് സീന് ഭീകര സീനായിരുന്നു. അപ്പൊ ആ ബ്രോ ആരും പറഞ്ഞിട്ടില്ല ബ്രോ. ഇല്ല, എനിക്ക് ഈ പടത്തിന് ശേഷം എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് അധികം വരുന്ന മെസ്സേജൊക്കെ എബ്രോഡിൽ നിന്നാണ്. എബ്രോഡിൽ നിന്ന് അച്ഛനെ മിസ് ചെയ്യണം, അങ്ങനെ കുറേ ഓരോ ബോയ്സിനും ഓരോ അവസ്ഥയുള്ളൂ. അപ്പോൾ എൻ്റെ അവസ്ഥ കണക്ട് ചെയ്ത് എനിക്ക് വരുന്ന മെസ്സേജ് UK നിന്ന് കാനഡയിൽ നിന്നൊക്കെ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. പക്ഷേ ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് പുള്ളിനെ സെറ്റിൽ കാണുന്ന ദിവസമാണ് മറ്റേ എഞ്ചിനീയറിങ് കുറേ ടേംസ് ഒക്കെ പറയുന്നത്. അപ്പം ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചതല്ലേ, എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഒന്നാമത് പുള്ളിയുടെ കൂടെ ഓപ്പോസിറ്റ് നിന്ന് അഭിനയിക്കുന്ന ടെൻഷൻ ഉണ്ട്. ആ സമയത്താണ് നമ്മൾ AD മിഥിലാജ് വന്നിട്ട് ഇങ്ങനെ നോഡ് MCU മൈക്രോ കൺട്രോളർ മറ്റേ പൈത്തൺ ജാങ്കോ എന്നൊക്കെ പറഞ്ഞൊരു സാധനം കൊണ്ട് വരുന്നത്. ഞാൻ പാളിപ്പോയി. കാരണം ഓൾറെഡി നോർമൽ ഡയലോഗ് തന്നെ ജഗദീഷ് ഓപ്പോസിറ്റ് പറയാൻ ആദ്യമായിട്ടല്ല ഞാൻ പുള്ളിനെ കണ്ട് ഒരുമിച്ച് അഭിനയിക്കണേ. അമ്പലാടയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് സീനില്ല. അപ്പോൾ ആ ഒരു ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് ഇത്രയും ഇംഗ്ലീഷ് മറ്റേ കുറേ കോഡ് ഭാഷയായിട്ട് വരുന്നത്. ഞാൻ വേഗം ഓടി പുറത്ത് പോയിരുന്നിട്ട് ഇതൊക്കെ കാണാണ്ട് പഠിച്ച് ആ സമയത്ത് അങ്ങനെ ശരിയായി. പക്ഷെ ഇമോഷണൽ സീൻ എടുക്കുമ്പോൾ 2 സീൻ ഉണ്ടായിരുന്നു. കൊച്ചു ഉറങ്ങണമായിരുന്നു. അപ്പോൾ കൊച്ചു ഉണരാൻ പറ്റൂല. അപ്പോൾ സെറ്റ് ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. എല്ലാവരും എന്ന് പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യണം. ഉണർന്ന് അതിനെ കണ്ടിന്യൂറ്റി പോകും. അപ്പോൾ കൊച്ച് ഉണരാൻ പറ്റൂല, കുറേ ടേക്ക് എടുക്കാൻ പറ്റൂല. ജഗദീഷേട്ടനാണെങ്കിൽ പ്രോ ആയതുകൊണ്ട് പുള്ളി ഒറ്റയടിക്ക് അങ്ങ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ പ്രഷറും ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത് എനിക്ക് ഭയങ്കര വിയേർഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ പടം ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബെസ്റ്റ് ഫീൽ കിട്ടിയ ഒരു സാധനമായിരുന്നു. ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട്. അപ്പോൾ സിജുവിന്റെ പ്രത്യേകിച്ച് ആ സ്റ്റേജിൽ ഒരു സീക്വൻസ്, ആ കെട്ടിപ്പിടിക്കുന്ന ഒരു സീക്വൻസ് പറഞ്ഞോളൂ. ആ ഒരു കരച്ചിലൊക്കെ അതും ആ സീൻ കഴിയുമ്പം ഞാൻ ഗ്ലിസറിൻ അതിന് മുമ്പുള്ള കുറച്ച് ഇമോഷൻസ് നിന്നുണ്ട് ഹോസ്പിറ്റലൊക്കെ. അവിടെയൊക്കെ ഗ്ലിസറിൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കരയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് എൻ്റെ പപ്പ മരിച്ചു പോയതാണ്. അപ്പം അസീസിയൊക്കെ കെട്ടിപ്പിടിച്ചപ്പം ഞാൻ പൊട്ടിക്കരഞ്ഞു. അത് നോർമലി ഞാൻ എത്ര ടേക്ക് എടുത്ത് അത്രയും ടേക്കും കരഞ്ഞു. അപ്പോൾ അസീസിക്ക് ചോദിച്ചു, നീ ഇത് കണ്ട് ചെയ്തിട്ട് അത് എങ്ങനെ? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇമോഷണൽ. അന്നേരം ഞാൻ ഡൗൺ ആയിപ്പോയി. ആ സീൻ എടുക്കുമ്പോൾ തൊട്ടേ ഞാൻ ഡൗൺ ആണ്. കാരണം പപ്പ സൗദി വെച്ചാണ് മരിക്കുന്നത്. അപ്പോൾ എനിക്ക് അവസാന നിമിഷങ്ങളിലൊന്നും പുഴയോട് നിൽക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്തായിരുന്നു. അപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട്, പപ്പയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ആ സീൻ എപ്പോൾ കണ്ടാലും ഞാൻ കരയും. ഇപ്പോൾ പല ആൾക്കാർ ആ ഫോട്ടോ എടുത്തിട്ട് മെസ്സേജ് അയക്കും. അറിയത്തില്ല, ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, ഞാനും പപ്പയും കൂടെയാണ് പടം കാണാൻ പോയത്. പുള്ളി ഈ സീൻ കണ്ടിട്ട് എന്നെ കാണാതിരുന്ന് മാറിയിരുന്ന് കണ്ണ് തുടയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടപ്പം ഭയങ്കര അതൊരു വല്ലാത്തൊരു സീനാണ്. അതിപ്പോൾ എപ്പോൾ കണ്ടാലും ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ കണ്ടാലും അത് നമ്മളിപ്പോൾ ഒരു 10-20 പ്രാവശ്യം തിയേറ്റർ വിസിറ്റിലൊക്കെ കാണുമ്പോഴൊക്കെ നമുക്കൊക്കെ ആ സീൻ ഭയങ്കര വിഷമമാണ്. അതിന് മുന്നേ ഡബ് കട്ട് ഞാൻ കാണുമ്പോൾ തന്നെ സിജിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, വിത്തൗട്ട് മ്യൂസിക് ആ സീൻ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ട്. അച്ഛൻ ചേർത്ത് പിടിക്കാന്ന് പറഞ്ഞാൽ വളരെ റയറാണ് നമ്മളെ ലൈഫിൽ. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് വിത്തൗട്ട് മ്യൂസിക് തന്നെ എനിക്ക് ഭയങ്കര വർക്കായ സീനായിരുന്നു അത്. പ്രത്യേകിച്ച് ബോയ്സിന്റെ ഫാദേഴ്സ് ആകുമ്പോൾ ആ ഫിസിക്കൽ ഇപ്പൊ നമ്മുടെ ഉള്ള പല ബോയ്സും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ജോലിയില്ലാതെ വീട്ടിൽ ഇരിക്കുന്നവർ ഏറ്റവും കൂടുതൽ കാണുന്ന അവരുടെ പേരൻസിനെ ആയിരിക്കും. ഇവരെപ്പോഴെങ്കിലും നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു 5 മിനിറ്റെങ്കിലും നിനക്ക് എന്തുകൊണ്ടാ സുഖമാണോ എന്ന് ചോദിച്ചാൽ മതി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവരൊന്ന് കെട്ടിപ്പിടിച്ചാലെന്ന് ആഗ്രഹിച്ചവരൊക്കെ ഉണ്ട്. എനിക്കൊന്ന് അവരാണ് ഏറ്റവും കൂടുതൽ ഇത് ഭയങ്കരമായിട്ട് കണക്റ്റ് ആണ്. ചിലർ ഇത് ഞാനാണ് എൻ്റെ അച്ഛനിങ്ങനെ കെട്ടിപ്പിടിച്ചാൽ ആഗ്രഹിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ട്. എല്ലാവരും അല്ല കേട്ടോ, ചില ആൾക്കാർ അവർക്ക് ഭയങ്കരമായിട്ട് ഇത് റിലേറ്റ് ആയിട്ടുണ്ട്. കാരണം നമ്മളെ ഡെയിലി അവരെ തന്നെയല്ലേ കാണുന്നത്. കാരണം ഒരു ദിവസത്തിൽ നമ്മൾ വീട്ടിലാണെങ്കിൽ ഫുൾ ടൈം നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴും എല്ലാവരും ഇവരെയാണ് കാണുന്നത്. അപ്പോൾ ഇവരെപ്പോഴെങ്കിലും നമ്മുടെ അടുത്ത് വന്നിട്ട്
നീ ഓക്കെ ആണോ, നീ സുഖമാണോ, നമുക്ക് ശരിയാക്കാം, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റാവും. കാരണം അവിടുന്ന് ഒരു ഇത് കിട്ടി കഴിഞ്ഞാൽ അങ്ങനെ വാക്കിന് വേണ്ടി ആഗ്രഹിക്കുന്ന പലരും ഉണ്ടെന്ന് തോന്നുന്നു. സോ ആ സീൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അങ്ങനെ കൂടുതലാണ് അങ്ങനത്തെ ആഗ്രഹിക്കുന്ന ആൾക്കാർ. അങ്ങനെ ഉമ്മയായിട്ട് നമ്മൾ പോയിട്ട് ഇക്ലി ഇടും, കളിയാക്കും, ഉമ്മയൊക്കെ കൊടുക്കും. പക്ഷെ ഉപ്പാന്റെ കേസ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഇഷ്ടമുണ്ടെങ്കിലും ഒരു ഇത് വരും. ഒരു ഫിസിക്കൽ എന്നുള്ള പരിപാടി കുറവായിരിക്കും. കുറവാതെ. എങ്ങനെയായിരുന്നു അമ്മത്ത് കോട്ടയം നസീർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ആക്ടർ, ഭയങ്കര ലെജൻഡറി ആക്ടർ തന്നെയാണ്, നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. പ്രത്യേകിച്ച് മറ്റേ വീട്ടിലൊരു സീക്വൻസ് ഒക്കെ എന്ത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ്, ആ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് ആ സീൻ, അതെങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? സീനില് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ചുറ്റും നിന്ന് ഈ പറയുന്ന നസീർക്കയും സ്മിതിയും അഖിൽവിനായകനും ഇവരെല്ലാരും കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആ സീൻ അങ്ങനെ സംഭവിച്ചത്. പിന്നെ എനിക്ക് തോന്നുന്നു പേഴ്സണലി നമുക്ക് എവിടെയൊക്കെ അതിന്റെ ചില ഭാഗങ്ങൾ നമുക്ക് ലൈഫിൽ റിലേറ്റ് ആയിട്ടുണ്ട്. അച്ഛൻ അമ്മയുടെ ഇടിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഏതോ ഒരു പോയിന്റിൽ നമ്മള് അവര് സംസാരം ഉണ്ടായപ്പോഴും ഏതോ ഒരു പോയിന്റിൽ നമ്മൾ ഇടയിൽ കയറിയപ്പോ നമ്മൾ അത്രയും നാളായിട്ട് കണ്ടുകൊണ്ടിരുന്ന മനുഷ്യൻ ബ്രേക്ക് ഡൗൺ ആയി പോകും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ആ സീനിന് ഭയങ്കരമായിട്ട് അത് ചെയ്യുമ്പോൾ റിലേറ്റ് ആയി പോയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ കൊണ്ടായിരിക്കും അതങ്ങനെ സംഭവിച്ചത്. പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി. അത് അന്ന് ആ സീൻ ചെയ്യുമ്പോൾ കിട്ടിയ ഒരു പരിപാടി, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഒരു സെൽഫ് ഒരു സാധനമുണ്ട്. അതെനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് അന്നാണ് ഉണ്ടാകുന്നത്. ഒരുപാട് നാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ ഇതിന് ഇങ്ങനെ ഒരു പരിപാടിയും കൂടെ ഉണ്ട്, ഒരു വശം കൂടെ ഉണ്ട്. പ്രോപ്പർലി ചേട്ടനും ആനന്ദും എല്ലാവരും കൂടെ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതെങ്ങനെയൊക്കെ സംഭവിച്ചു വരുന്നതാണ്. എങ്ങനെയായിരുന്നു അനുവിന്റെ ഒരു എക്സ്പീരിയൻസ്? ഒരു സിംഗിൾ ഫാദർ ആണ് വളർത്തുന്നത്, അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? സത്യം പറഞ്ഞാൽ ഞങ്ങളെ കസിൻസ് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായി ജിബിൻ ചേട്ടനും എൻ്റെ റിയൽ ഫാദറിനും തമ്മിൽ എന്തൊക്കെയോ റിസംബ്ലൻസ് ഉണ്ട്. അപ്പോൾ അവരത് പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചു, എവിടേക്കോ കണ്ണുകൾ എന്തൊക്കെയോ ഒരു ബന്ധമുണ്ട്. അല്ല അപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇതുവരെ ആയിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ആയാൽ എന്തായിരിക്കും എന്നുള്ളൊരു സാധനം മനസ്സിൽ വന്നിരുന്നു ആ സമയത്ത്, ഒരു ഇമോഷൻ ചെയ്യുന്ന സമയത്ത്. എങ്ങനെയാണ് റിയൽ ഫാദേഴ്സ് റെസ്പോണ്ട് ചെയ്തത്? സാഫിന്റെയും എങ്ങനെയാണ് ഈ കണ്ടപ്പോ കൊള്ളട എന്നാണ് പറഞ്ഞത്, അതോ തമ്മി എന്തെങ്കിലും പറഞ്ഞായിരുന്നു? അതുപോലെ ഭയങ്കര എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ടൈപ്പ് അല്ല, ഭയങ്കര ലിമിറ്റഡാ ഇമോഷൻസ് മൊത്തം. ഇപ്പൊ അവസാനമായിട്ട് കണ്ടപാട് 6 നമ്പരാനാണ്. അത് എന്നെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ കയറിയ സമയത്ത് ആ ടെൻഷൻ പോകാൻ വേണ്ടിയിട്ടാണ് തിയേറ്ററിൽ പോയി കണ്ടത്. അതിനുശേഷം ഇവൻ സിനിമ നടൻ തന്നെ അത് കഴിഞ്ഞിട്ടാണ് പുള്ളി പിന്നെ കാണുമ്പോൾ 18+ ആണ് നമ്മുടെ ഫസ്റ്റ് പടം. പിന്നെ അമ്മലാണ്ടിൽ കണ്ട് ഇപ്പോ 4ാമത്തെ പടമായിട്ടാണ് ഇത് കാണുന്നത്. വാഴ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാന്ന് തോന്നുന്നു. കാരണം 2-3 പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട് ഇപ്പൊ. ഞാൻ പോകുന്നുണ്ടെന്ന് പറയില്ല, പോയി കഴിഞ്ഞിട്ട് ഞാൻ അറിയും ഇപ്പൊ വന്നിട്ടുണ്ട് തിയേറ്ററിൽ. കാരണം വിസ്മയന്റെ ഓണർ നമ്മളെ ഫ്രണ്ടാണ്. ഇമോഷണൽ ആയോ എന്നുള്ള കാര്യമൊന്നും പറയൂല. അതാ പറഞ്ഞു, ഇമോഷൻസും കാര്യങ്ങളൊക്കെ കുറച്ച് ലിമിറ്റഡാ, നമ്മൾ അറിയൂല. അപ്പൊ നിങ്ങൾ തമ്മിൽ ചോദിക്കോ ഉപ്പയോട്, അതായത് ആരാ ബെറ്റർ ആയിരുന്നു, ഞാനാണോ കലക്കിയത് അതോ അനിയനാണോ? ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ ചിലപ്പോ പറയും എന്താണ് മോശമായിരുന്നു പറയും, അങ്ങനെ കാക്കി കളയും. അപ്പൊ ഭയങ്കര ക്ലോസ് ആണ്. അങ്ങനെ സീൻ ഫാദർ അല്ല, പക്ഷെ അങ്ങനെ നമുക്ക് ഇമോഷണൽ ബോണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ കളിയാക്കി വിടും. നമുക്ക് കളിയാക്കാനൊക്കെ കൊണ്ടടിക്കാനൊക്കെ പറ്റും, പക്ഷെ ഇമോഷണൽ കണക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഓക്വേർഡ് ആവും. മീനാക്ഷിക്ക് എന്തോ പറയാനുണ്ട്? മീനാക്ഷിയുടെ ഫാദർ ഹോസ്പിറ്റൽ സീക്വൻസിൽ ഇത് ബോയ്സിന്റെ കഥയായതുകൊണ്ട് മാത്രമായിരുന്നു ചോദിച്ചത്. അപ്പൊ അതെങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എൻ്റെ ഫാദറായിട്ട് ഇപ്പോൾ ചെയ്ത അനീഷേട്ടനാണ്, നമ്മുടെ കോ പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു സീക്വൻസേ ഉള്ളൂ, പക്ഷെ പുള്ളിക്കാരൻ പറയുന്ന ആ ഡയലോഗ് ഭയങ്കര രസമായിട്ട് അതിപ്പോൾ എല്ലാവരും റിവ്യൂസിലൊക്കെ പറയുന്നുണ്ട്. ആ സീൻ ഭയങ്കര പവർഫുൾ ആയിരുന്നു. അജോ തോമസിനെ കുറിച്ചാണ് പറയണേ, പാവമാണ് പക്ഷെ മണ്ടനാണ്. കറക്റ്റാ. അതിലൊരു സാധനം അവസാനം ഇട്ടിട്ട് പോകത്തില്ല, മെഴുകു പ്രതിമ ഡബിലിട്ടതാണ്. ഇത് അങ്ങനെ കുറെ ഡബ് ചിലതൊന്നും കേട്ടിട്ടില്ല. മറ്റേ ബേസിലേട്ടൻ്റെ വെളുപ്പിനെ വന്നേച്ച് ഇങ്ങനെ നിൽക്കത്തില്ലേ, അന്നേരം ഒരു ഡബ്ബി പറയുന്നുണ്ട് ഇതാരുടെ വെളുപ്പിന് ഒരു ഗസ്റ്റ് വന്നു. പല തിയേറ്ററുകളിൽ കേട്ടിട്ടില്ല, ചിലടത്ത് ക്ലിയർ ആയിട്ട് കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഇവര് പുറത്ത് ഭയങ്കര ഇടിയാണ്. അതായത് ഷൂട്ടിന് മുന്നേ നമ്മള് ക്യാമറന്റെ ബാക്കിൽ ഇവരും ഫുൾ ടൈം ഇടിയാണ്, അടി മറ്റേ അങ്ങോട്ട് ഇടി ഇങ്ങോട്ട് ഇടി. എൻ്റെ കുറെ വീഡിയോസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അത് കാണിക്കൂല. അത് കഴിഞ്ഞിട്ട് ഇവര് ഷൂട്ട് ചെയ്യുമ്പോ കട്ട റൊമാൻസ് പരിപാടിയൊക്കെ ബോൺ ആക്ടേഴ്സ് ആയിരിക്കും. ഞാൻ ആലോചിക്കുന്നത് എങ്ങനെയത്
അല്ലെങ്കിൽ നല്ല ആട്ട് കിട്ടും. അതാണ് എൻ്റെ അടുത്ത ചോദ്യം. അതായത് നിങ്ങൾ ഇപ്പോൾ സിനിമയിലേക്ക് വന്ന സമയത്ത് ഡയറക്ടർ പറഞ്ഞു തരുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇന്ന ഒരു റോളാണ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇന്നൊക്കെ ക്യാരക്ടർ പിടിക്കണം, ഇന്നതൊക്കെ വേണമെന്ന്. അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് വന്ന സമയത്ത് നിങ്ങളോട് എന്തെങ്കിലും ക്യാരക്ടർ റെഫറൻസ് പറഞ്ഞിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ ചെയ്തിരുന്നോ, അല്ലെങ്കിൽ ഡയലോഗ്സ് ഒക്കെ കണ്ടിന്യൂസ്ലി പഠിച്ച് എങ്ങനെയാണോ സ്ക്രിപ്റ്റിലുള്ള അതേപോലെ തന്നെ പറയണമെന്നാണോ, അതിൻ്റെയൊക്കെ എങ്ങനെയായിരുന്നു? ഇല്ല, അത് കറക്റ്റ് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആനന്ദ് മേനോനായാലും ബിബിൻ ചേട്ടനായാലും കറക്റ്റ് പറയും, ഈ ക്യാരക്ടർ ഇന്ന സമയത്ത് ഇത് പറയൂല, കാരണം ഈ ക്യാരക്ടർ ഇങ്ങനെ അല്ല, അപ്പം ഇന്ന സമയത്ത് ഇത് പറയും, കാരണം ഈ ക്യാരക്ടർ അങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആഷിറിന്റെ ക്യാരക്ടറിനും ശരിക്കും ആഷിർ എന്ന് തന്നെ പേര്. അപ്പം ഈ ക്യാരക്ടർ റെഫറൻസ് ചോദിക്കാൻ കാരണം ഈ നമ്മുടെ ഒറിജിനൽ ക്യാരക്ടർ നീ ഇങ്ങനെയാണോ അങ്ങനെ തന്നെ പിടിച്ചാൽ മതി അങ്ങനെ വല്ലതും പറഞ്ഞായിരുന്നോ? അല്ല, അവർ 4 പേരും പേര് അല്ല നിങ്ങളോടും അങ്ങനെ പറഞ്ഞിരുന്നോന്ന്? ഇല്ല, നമുക്ക് അവൻ പഠിപ്പിച്ചിട്ട് ഇവൻ കൂളായിട്ടുള്ളൊരു പടത്തിലുണ്ട്. നമ്മുടെ ക്യാരക്ടറിന് വ്യത്യാസമുണ്ട്, അതിനെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മുടെ കയ്യിൽ നിന്ന് ഇടാൻ പറഞ്ഞു, പിന്നീട് അതിന് എന്താണോ അവർ ഉദ്ദേശിച്ചത് അതിലേക്ക് ഞാനും മീനാക്ഷി തമ്മിലുള്ള റൊമാൻസ് സീന് മറ്റേ ആദ്യം വേറൊരു മീറ്റർ ആയിരുന്നു, കിട്ടത്തില്ലെന്നാണ് നമുക്ക് മറ്റേത് മതി എന്നാണ്. എന്താണോ സാധാരണ നീ ചെയ്യാൻ പോകുന്നത് അത് ചെയ്യാൻ പോകുന്നത്. അതിനകത്തൊരു മണ്ടൻ അല്ലെങ്കിൽ ഒന്നും അറിയാത്തൊരു നിഷ്കളങ്കൻ, അവൾ കുറച്ചുകൂടെ ആക്റ്റീവായിട്ടുള്ള അങ്ങനെ ഒരു സെറ്റ്, എല്ലാം ഡയറക്ടറും ജിംജാനും കൂടെ സെറ്റ് ചെയ്തതാണ്. നമുക്ക് എല്ലാവർക്കും എനിക്ക് ക്യാരക്ടർ ആർക്ക് ഉണ്ടായിരുന്നു. ആഷിറിന്റെ ടീമിന് അവർ അങ്ങനെ തന്നെ. ഇതിൽ ജോമോ ഭയങ്കര എക്സ്ട്രോവേർട്ടാ, എന്റെ ക്യാരക്ടർ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാ. രണ്ടുപേരും സംസാരങ്ങൾ ജോമോന് കൂടുതലും എനിക്ക് കുറവായിരിക്കും. എല്ലാവരുടെ കൂട്ടത്തിലും ഉണ്ടാവുമല്ലോ സൈലന്റ് ആയ, എന്നാ എന്തെങ്കിലും പ്ലാനറ്റ് അതിന്റെ കൂടെ പോകും, അങ്ങനത്തെ ഒരാളുണ്ടാവും. അനുരാജ് ആണെങ്കിൽ ഇടിയനാണ്. എനിക്ക് പടം കണ്ടപ്പോ ഭയങ്കരമായിട്ട് വർക്ക് ആയ ക്യാരക്ടർ അനുരാജിന്റെയാണ്. ഭയങ്കര ഒന്നും പറയണ്ട, അതിന് ഇടിക്കും, പക്ഷെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഭയങ്കരമായിട്ട് കരയും, കുട്ടികളെ പോലെ കരയും. ഒരു സീനില് എന്തോ എന്റെ അച്ഛനെ പിടിച്ച് ഇടിച്ചാലോ എന്ന് പറഞ്ഞു. എന്തോ മറ്റേ അലോട്ട്മെന്റ് പേരിട്ടെന്ന് ചോദിക്കും, പറയാം അതവന്റെ അച്ഛൻ. അപ്പൊ ക്യാപ്ഷൻസിനെ കുറിച്ച് പറയാൻ പോകണം നമ്മളിനി. ഒരു കുട്ടി ടാസ്കിലേക്ക് പോകണം, പക്ഷെ ഇത് സിജു സന്നയ്ക്കാണ് ടാസ്ക്. മനസ്സിലായി കാണുമല്ലോ, ക്യാപ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ ക്യാപ്ഷൻ കൊണ്ടുവന്ന് അറിയാൻ പറ്റുന്നത് സ്വയം പ്രഖ്യാപിത സൗരയുധ സ്റ്റാർ ആണ്. ഒരു മൾട്ടിവേഴ്സ് സ്റ്റാർ എന്ന് ഞാൻ പറയും, കാരണം ഇവിടെ നിൽക്കേണ്ട ആളല്ല, മൾട്ടിവേഴ്സ് അമ്പലനടയുടെ മറ്റേ മൊമെന്റ് എന്ന സമയത്ത് പ്രചണ്ഡ നായകൻ അനൗൺസ് ചെയ്തത്. വെൽക്കം പ്രചണ്ഡ നായകൻ മിൽക്കി വേ സ്റ്റാർ, ഗാലക്സി വിട്ടു പോവാ. അപ്പം സിജുവിനുള്ള ടാസ്ക് ഇതാണ്. ഇപ്പം നമുക്ക് ബാക്കിയുള്ള 5 പേർക്ക് ഒരു ടീഷർട്ട് കൊടുക്കാൻ പോകണം. ആ ടീഷർട്ടിൽ ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ക്യാപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ സിജു ഓരോരുത്തർക്കും എന്തായിരിക്കും കൊടുക്കാൻ പോകുന്നത്? അങ്ങനൊന്നും പറ്റത്തില്ല. ഒന്ന് ആലോചിച്ച് പറഞ്ഞു, കാരണം കൂടെ പറയണേ. കാരണം എന്താ ഇവരുടെ കാര്യം പറഞ്ഞ സത്യം ഭയങ്കര വെപ്രാളമാണ്. എടാ നീ എവിടെ പോകുന്നല്ല എന്താ പറഞ്ഞ ഈ ഇന്റർവ്യൂ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ മതി, കിടപ്പുണ്ടാവും ആൾക്ക്. അതിനിടയിൽ വരുന്ന ശബ്ദം ഇപ്പൊ നോർമലി ഇങ്ങനെ വന്നോണ്ടായിരിക്കും. അനുവിന് ജോമാനാണെങ്കില് ജോമോന് എന്താ പറയുക മനസ്സിലായില്ല. മനസ്സിലായില്ല, അതുകൊണ്ട് ഞാൻ പരീക്ഷയ്ക്ക് പാസ്സാത്ത. ചോദ്യം ഇരുന്ന 3 മണിക്കൂർ ഇരുന്നതായിരിക്കും, മനസ്സിലായിട്ടില്ല. വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ എന്ന് ചോദിച്ചോളൂ. അതല്ലേ അതിന്റെ ഒരു ബ്യൂട്ടി. പിന്നെ ഇവൻ ഇൻട്രോവേർട്ട്, ഞങ്ങൾ ഇൻവെർട്ടർ എന്നൊക്കെ വിളിക്കും. പിന്നെ മീനാക്ഷിക്കാണെങ്കിൽ ഇപ്പൊ എന്തോ മഴ, അതെന്താ മഴ ദേവത റൈനിങ് സ്റ്റാർ എന്നായിരുന്നു വിളിച്ചത്. കാരണം വെച്ച് കഴിഞ്ഞാല് ആ ഹോസ്പിറ്റൽസിലുണ്ടല്ലോ, ഞാൻ കാരണം അല്ലാതെ അനീഷേട്ടന്റെ സീനാണ് 8 ദിവസം. കാരണം ഞാൻ സത്യാവസ്ഥ പറയാം, ഇവര് പറയുന്നൊന്നും വിശ്വസിക്കില്ല. ഇവളെന്ന് വരുന്നോ അന്ന് മഴയാ. അങ്ങനെ ഇത് എല്ലാ യൂണിറ്റും വരും, അപ്പൊ ഇവർക്ക് ബാറ്റ് കൊടുക്കണമല്ലോ. ഇറങ്ങിയില്ലെങ്കിൽ ഇറങ്ങിയില്ലെന്നേ ഉള്ളൂ, അപ്പൊ നമുക്ക് അത്രേ ഉള്ളൂ. ഇത് ഇവള് വരുന്നു, എല്ലാം സെറ്റ് ചെയ്യുന്നു, മഴ. എല്ലാ സീനല്ല, ആകെ ഒരു തമാശക്ക് പറഞ്ഞു, സീരിയസ് ആയി തുടങ്ങി. ശരിക്കും അങ്ങനെ ഈ പടം 3.5 കോടി തീർന്നെങ്കിൽ ഇത് 6.5 കോടി അടിച്ചിരുന്നെങ്കിൽ
ഇനി നീ പറ. ആകെ ഒരു സീനേ ഉള്ളൂ. അത് അനീഷേട്ടന്റെ എന്റെ ആ ഹോസ്പിറ്റൽ സീനിലെ അതാണ്. അപ്പൊ അനീഷേട്ടനാണ് റീസൺ, ഞാനല്ല. നെക്സ്റ്റ് പ്രൊഡ്യൂസറെ കളിയാക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. സ്റ്റാഫിനാണെങ്കിൽ വരണമുണ്ട്, പക്ഷെ പറയാൻ പറ്റത്തില്ല. ഡീവിയേറ്റ് താങ്ക് യു ഫോർ ദ പ്രൊമോഷൻ. കോഴിക്കോടിലെ കഫേയാണ്. സാഫാണ് ഇതിനകത്തൊരു ബിസിനസ് സംരംഭം. അതിന്റെ ഡീവിയേറ്റ് എപ്പോ നോക്കിയാലും ഇങ്ങനെ ക്യാമറ എടുത്ത് കണ്ടോ കണ്ടോ. അവിടുത്തെ CCTV ആക്സസ് ചെയ്യാൻ പറ്റും. ഓണിയൻ റിങ്സ് പുള്ളി ഒരു വർഷമായിട്ട് ഓണിയൻ റിങ്സ് പറയാൻ കൊടുത്തു കഴിഞ്ഞ ആഴ്ച. ഫ്രീ പ്രൊമോഷൻ കൊടുക്കുന്നവര് ഇവൻ 12th ഫെയിൽ. 12th ഫെയിൽ ഇവൻ സക്സസ് ആണ്. ഇവൻ +2 പഠിത്തം നിർത്തിയാൽ ഇവൻ സക്സസ് ആയി. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. പാസ്സായി, പക്ഷെ ഇവൻ തുടർന്ന് പഠിച്ചില്ല. ഇവൻ അവന് ഇഷ്ടമുള്ള റീൽസും കാര്യങ്ങളും തിരഞ്ഞെടുത്തു. കാരണം +2 മാത്രം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിഗ്രി വേണമെന്ന് പറയുന്നവർക്ക് ഇവനൊരു എക്സാമ്പിൾ ആണ്. +2 കഴിഞ്ഞ് ഇവൻ അനുരാഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എഴുത്ത് എപ്പോ വിളിച്ചാലും എഴുതുവാടാ. അവൻ ഓൾറെഡി റൈറ്ററുമാണ്. അപ്പം എപ്പോ വിളിച്ചാലും എഴുതി അവൻ ഇപ്പം എഴുതി എവിടെ മറ്റു സാധനം തേങ്ങയുടെ അരിയാണ് നമ്മളൊക്കെ തരുവല്ല. അവന്റെ ഒരു ട്രേഡ് മാർക്ക് തെറിയാണ്, പിന്നെ തേങ്ങയുടെ അരിയാണ്. എന്തായാലും ഇതുപോലെ ഫണ്ണി ആയിട്ടുള്ള ഒരു ഭയങ്കര ഷൂട്ടിംഗ് സെറ്റ് തന്നെ ആയിരിക്കുമല്ലോ. അപ്പം ഇതുപോലെ എല്ലാവരും കൂടെ ഒരുമിച്ച് വരുമ്പം ഒരുപാട് ചിരിച്ച് റീടേക്ക് എടുക്കേണ്ടി വന്ന സീൻസ് ഉണ്ടായിരുന്നോ? ഒരു സീനുണ്ട്, ഒരു ഹോസ്പിറ്റൽ സീനുണ്ട്. ഇവൻ കാലിടിഞ്ഞ് കിടക്കുമ്പോ ഒരു സീനുണ്ട്. ആ സീന് കമത്തി അടിച്ച് റീഷൂട്ട് ചെയ്യിപ്പിച്ചത്. എന്ത് പാളി പോകാനെന്താ കാരണം? അത് ഞങ്ങളെ കുറച്ച് നിറച്ച് ഫില്ല് ചെയ്ത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതല്ല സാധനം കംപ്ലീറ്റ്ലി ഈ സിനിമ കണ്ടപ്പോ നമ്മൾ ആ സീനായിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ചു. അത് നമുക്ക് പടം കണ്ടപ്പോൾ മനസ്സിലായത്. അല്ല, അവർ പറഞ്ഞതിൽ കാര്യമുണ്ട്, റീഷൂട്ട് ചെയ്തതിൽ കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങൾ ഷെയർ ചെയ്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ഗുരുവായൂർ അമ്പലനടയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രേക്ക് വന്നപ്പോഴാണ് വാഴയിലേക്ക് തിരിച്ചു പോയിട്ട് അഭിനയിച്ചത്. ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ വേണ്ടി വന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ മീനാക്ഷി ആയാലും മുടിയൊക്കെ വെട്ടി ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട്. അങ്ങനെ കംപ്ലീറ്റ് ഒരു ട്രാൻസ്ഫോർമേഷൻ, വർക്കൗട്ടും ഭക്ഷണം കഴിക്കലും. മുടി വെട്ടുന്ന ട്രാൻസ്ഫോർമേഷൻ കൂട്ടാൻ പറ്റത്തില്ല. അതൊരു വലിയ സാക്രിഫൈസ് ആണ്. അത് ഓട്ടോമാറ്റിക്കലി കളിക്കുന്ന സാധനമാണ്. അത് പറ്റത്തില്ല. ഞാൻ കരഞ്ഞില്ല, എന്റെ അമ്മയ്ക്കായിരുന്നു കുറച്ച് സമയം. ഞാൻ ഓക്കെ ആയിരുന്നു. മുടി വെട്ടുന്ന ഞാനാണ് ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്തത്. ഇവര് ചെറുതായിട്ട് എന്തോ വണ്ണോ എന്തോ ഇവര് നല്ലോണം പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്റെ മുടി വെച്ചിട്ട് സാക്രിഫൈസ് ചെയ്തു. അമ്മ എന്ത് പറഞ്ഞു മുടി വെട്ടണം എന്ന് പറഞ്ഞപ്പോ? സാധാരണ അമ്മമാരാണുള്ളതായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഒന്നും പറഞ്ഞില്ല. അമ്മയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഇപ്പൊ 18+ മറ്റേ മീനാക്ഷിയുടെ മുടി കാട്ടിയപ്പോ അവളുടെ അമ്മ ഭയങ്കര വിഷയമായിരുന്നു. എന്തോ അതൊരു കേരളത്തിലെ അമ്മമാരുടെ ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു തുണ്ട് മുടി കൊഴിഞ്ഞോട്ടെ അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല, പ്രായം അമ്മ കൊഴിയും. നിങ്ങളൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അത്രേ ഉള്ളൂ. കേരളത്തിലെ അമ്മമാര് നിനക്ക് കിട്ടും, ഇത് ഇറങ്ങിക്കോട്ടോ. അല്ല, കറക്റ്റ് അല്ലേ നിനക്ക് കിട്ടും. എന്നാ അത് കട്ട് ചെയ്യണം പ്ലീസ്. സാഫർ എങ്ങനെയുണ്ടായിരുന്നു ട്രാൻസ്ഫോർമേഷൻ കാര്യങ്ങളൊക്കെ? ആ ഒരു വർക്കൗട്ടും ഭക്ഷണം കഴിക്കലും? ഞാനും സിജു ജോമനാണ് ഡയറ്റും വർക്കൗട്ടും അധികം. അതിനെ പറ്റിയല്ലേ ഞാൻ പറയുന്നത്. ഇവന് ഉത്തരവും മനസ്സിലാവുന്നില്ല. നല്ല വ്യത്യാസം. ഭയങ്കര സംഭവം. കാരണം നമുക്ക് ടൈം കിട്ടിയില്ല. 1 മാസം 1.5 മാസത്തിന്റെ ഗ്യാപ്പിൽ നമ്മൾ ചെയ്യണം. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് മാറിയിട്ട് ഇവിടെ ചേർന്ന നല്ലൊരു റൂം എടുത്ത് തൊട്ട് മുമ്പിൽ ഒരു ജിം ഉണ്ടായിരുന്നു. ടോവിനോടെ ഉണ്ണിമുന്നയുടെ ഒക്കെ ട്രെയിനറാണ് ഷൈജൻ എന്ന് പറഞ്ഞ പുള്ളിൻ്റെ കൂടെ 2 നേരം ഒരു ദിവസം 4 മണിക്കൂറോളം വർക്കൗട്ട് ചെയ്തിട്ടാണ് വാടകയിൽ +2 സീൻ ചെയ്യണം. അത് അമ്പലനാടയിൽ അത്രയും തടി ഉള്ള സമയത്താണ് ഇവിടെ വന്ന് വർക്കൗട്ട് ചെയ്താണ് ചെയ്യണം. എനിക്കത് ഭയങ്കര ഇന്റൻസ് ആയിരുന്നു. പൈസയും കുറെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സീൻ എനിക്ക് ഭയങ്കര, ഞാൻ പടത്തിന് വേണ്ടി ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര കിക്കായിരുന്നു. സിജു ആണെങ്കിൽ എപ്പോൾ വിളിക്കുമ്പോഴും സൈക്ലിംഗ് ആണ്. എപ്പോഴും സീൻ വിളിച്ചാലും സൈക്കിൾ ഔട്ടാണ്. അവൻ വർക്കൗട്ട് കുറവായിരുന്നു, സൈക്ലിംഗ് ആയിരുന്നു. ഞാൻ സൈക്ലിംഗ് ഞാൻ മറ്റേ മെട്രോയുടെ മറ്റേ സൈക്കിൾ ഉണ്ടല്ലോ, 1 മാസത്തേക്കിന് മറ്റേ അതെടുത്തിട്ട് നേരെ റൂമിൽ കൊണ്ടുപോയിട്ട് അത് ചവിട്ടി. രാത്രി വിളിച്ചാണ് സൈക്ലിംഗ് ആണ്. കാരണം സമയമില്ലല്ലോ. അപ്പൊ നമുക്ക് ഫ്രൂട്ട്സ് മാത്രം കഴിക്കാം, അങ്ങനത്തെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട് നമ്മള്. പാടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ പാട്ടൊന്ന് സിജു മകനെ
സിജുവിന്റെ മകനെ സിജുവിന്റെ മകനോ എനിക്ക് അയ്യോ അത് സിജുവാണ് പാടി അതറിയാന്നോ ടൈറ്റിൽ സിജുവാണ് ഒന്ന് നമസ്കാരം രണ്ടുപേരി ഇല്ല ആകെ 2 വരിയേ ഉള്ളൂ. അത് പറ്റുന്ന കൊണ്ടൊന്നുമല്ല. ഞാൻ നറേഷൻ കഴിഞ്ഞിട്ട് വേറൊരാളുടെ വരി വെക്കാൻ പറ്റാത്തതുകൊണ്ട് വേറൊരാൾ പാടി കഴിഞ്ഞാൽ പെട്ടെന്ന് ആലോചിക്കും ഇത് ഈ സൗണ്ട് എടാ എല്ലാവരും കൂടെ പാടാം. അപ്പോഴേ എന്നാ അത് പാടാം അതിമനോഹരം. 1 2 3 ഗോ. എന്തിനി വേഗം ഇത്തിരി നേരം പറ്റി പിടിച്ചു ഞാൻ നിന്നോട്ടെ നിന്നോടെ മൃദുല പ്രതലമധിക മധുരമതി മനോഹരം മാനത്തെ അമ്പിളിച്ചീലത്തെ കൊമ്പിളിൽ കൊണ്ടുവരാനായി സാധിച്ചിട്ടില്ലെങ്കിലും കാട്ടിലും കൂട്ടിലും കൂട്ടുവന്നിടാം ഞാൻ മതി വരുവോളം. പാട്ട്